ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ പേജിൽ അവരുടെ കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി വന്നിട്ട് മുംബൈയിലാണുള്ളത്. സോ എങ്ങനെയാണെന്ന് നോക്കാം, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, എന്തെല്ലാമാണ് ക്വാളിഫിക്കേഷൻ നോക്കാം. സോ നിങ്ങളുടെ ഉള്ള ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ ബ്രൗസർ എടുക്കാം. ഡെസ്ക്ടോപ്പിൽ വെച്ചാൽ അങ്ങനെ ചെയ്യാം. മെജോറിറ്റി ആളുകൾ മൊബൈലിലായിരിക്കും നോക്കുന്നുണ്ടാവും. അതാണ് ഞാൻ മൊബൈൽ ബ്രൗസറിൽ കാണിച്ചിരുന്നത്. ഗൂഗിളിൽ വന്ന് ഖത്തർ എയർവേസ് കരിയർ പേജ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസ് കരിയേഴ്സ് പേജിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഒരു ഒഫീഷ്യൽ സൈറ്റ്. എന്നിട്ട് ഇതിൽ ഖത്തർ എയർവേസ് കരിയേഴ്സ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പേജ്, അല്ല എൻ്റെ പ്രൊഫൈല്. സോ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതാണ് കൊണ്ട് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയാൽ എങ്ങനെയാണ് ഇവരുടെ ഒഫീഷ്യൽ പേജിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഇതാണ് കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് മുംബൈ ഇന്ത്യ. ജോബ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് മാർച്ച് 6, 2025. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തർ എയർവേസ് പോലൊരു വേൾഡ്സ് ബെസ്റ്റ് നമ്പർ 1 എയർലൈൻ കമ്പനിയിൽ ജോലി ചെയ്യാൻ എന്നുള്ള അവസരം കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിൽക്കാം എന്ന ഒരു ലക്കും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. സോ അതാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം. അതിലവരെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാർഗോ സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ്, അതിൻ്റെ അക്കൗണ്ടബിലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം ആയിരിക്കാം, അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ക്വാളിഫിക്കേഷൻസ് ആണ്. എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. മിനിമം ഡിപ്ലോമ വിത്ത് അറ്റ്ലീസ്റ്റ് 4 years ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരുപാട് എക്സ്പീരിയൻസ് അവർ ചോദിക്കുമെങ്കിൽ പോലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏവിയേഷൻ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർ ഇളവ് തരുന്നതായിരിക്കാം. നോളജ് ഇൻ കാർഗോ മാർക്കറ്റിംഗ്, ബേസിക് റേറ്റിംഗ്, ഡൈജസ്റ്റ് ഗുഡ്സ് ആൻഡ് റെഗുലേഷൻസ്, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്, അതൊക്കെ നിങ്ങൾക്ക് ഹൈ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖത്തർ എയർവേസിനെ പറ്റിയിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു എയർലൈൻ കമ്പനിയിൽ കാർഗോ സെക്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി വെച്ച് നോക്കാവുന്നതാണ്. ഇതിനി നേരെ നമുക്ക് അപ്ലൈ കൊടുക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് റെസ്യൂമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായി ടൈപ്പ് ചെയ്തും നിങ്ങളുടെ ഡാറ്റ എൻട്രി ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് വരും, അവർ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യുക. എക്സ്പീരിയൻസ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്, നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം ഫയൽസും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സും അപ്ഡേറ്റ് ചെയ്യാം. ഡിക്ലറേഷൻ സൈൻ ഇൻ കൊടുത്ത് റിവ്യൂ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. ഡേറ്റ് മറക്കേണ്ട, ബിഫോർ മാർച്ച് 6 അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ശ്രമിക്കുക. വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ CV അറ്റ്ലീസ്റ്റ് അവരുടെ കയ്യിലെങ്കിലും എത്തി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും ഒരു റെസ്പോണ്ടിങ് മെയിൽ വരും. സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ അൺസക്സസ്ഫുൾ എന്ന രീതിക്ക് ഒരു മെയിൽ റിപ്ലൈ എന്തായാലും തന്നിരിക്കും, ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആളുകളല്ല CV എടുത്ത് നോക്കുന്നത്, ATS എന്ന സിസ്റ്റമാണ് എടുത്ത് നോക്കുന്നത്. അല്ലെങ്കിൽ ATS ആണ് CVs ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റെസ്യൂം ഒരു ATS ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് ഫസ്റ്റ് ഉറപ്പ് വരുത്തുക. അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റിൽ വന്നാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് ATS ഫ്രണ്ട്ലി റെസ്യൂം, എങ്ങനെ വേണം, നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്, ഞാൻ ആൻസർ തരാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്
ഈ ജോബിനെ പറ്റിയിട്ടല്ലോ പറയാനുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഞാൻ വൺസ് ഒരു വീഡിയോ കൂടിയിട്ടാണ് എങ്ങനെയാണ് വിർച്വലി ഫുള്ള് കംപ്ലീറ്റ് ഒരു ജോബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, ഒരാൾക്കും നോക്കി നോക്കി ചെയ്ത് കൊണ്ട് വരാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ കൂടിക്കോളും.